الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഇപ്പോൾ പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അത് പ്രധാനമായൊരു കാര്യമെന്ന് തന്നെ പറയാം. നമ്മളൊക്കെ സംസാരിക്കുന്നവരാണ്. നമ്മളങ്ങ് പുറത്തോട്ടിറങ്ങിയാലും ശരി, വീട്ടിനകത്തായാലും ശരി, ഒരു ബന്ധു വന്നു കഴിഞ്ഞാൽ ആ ബന്ധുക്കളുമായിട്ട് ഒന്ന് സംസാരിക്കും. അതല്ല പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മറ്റാരെങ്കിലും ഉണ്ട്, അയൽവാസികളുണ്ട്, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും സംസാരിക്കാത്തവരായിട്ട് ഭൂമി ലോകത്ത് വളരെ ചുരുക്കമായ ആൾക്കാരേ ഉള്ളൂ. നമ്മളൊക്കെ സംസാരിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാളവിടെ കാണത്തില്ല. ആ കാണാത്ത ആളിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പടച്ച തമ്പുരാനെ, അത് അല്ലാഹു സുബ്ഹാനഹു തആലയായ തമ്പുരാൻ, അത് പുറത്തിരുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ മറ്റൊരാളിനെ കുറിച്ച് അയാളിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ചെന്ന് നേരിട്ട് സംസാരിച്ച് വേണം ആ പാവത്തെ നമ്മൾ പൊറുപ്പിക്കേണ്ടത്. അതല്ലാതെ കണ്ട് നമ്മൾ അയാളോട് സംസാരിച്ച് പാവത്തെ പൊറുപ്പിച്ചില്ല എങ്കിൽ അത് എന്നേക്കുമായി നമുക്കൊരു ഭയാനകരമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് എത്തും. അതുകൊണ്ട് അയാളെ കണ്ടെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ കാര്യം ഇന്ന രീതിയിലൊക്കെ പറഞ്ഞുപോയി, അത് ഞാൻ പറഞ്ഞതെല്ലാം നന്മയാണ്, ആ നന്മ പറഞ്ഞ കൂട്ടത്തിൽ ഒരല്പ തെറ്റ് ചിലപ്പോൾ മോശമായി ഞാൻ പറഞ്ഞുപോയി, അതുകൊണ്ട് സുഹൃത്തെ എനിക്ക് നിങ്ങളൊന്ന് പുറത്ത് തരണമെന്ന് പറഞ്ഞാൽ അയാളൊന്ന് ചിരിക്കും, അയാളൊന്ന് സന്തോഷിക്കും. അയാൾ അപ്പോൾ പറയും, ശരി, എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല, നിങ്ങൾ എന്നെപ്പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, അഥവാ പറഞ്ഞാൽ തന്നെയും എനിക്ക് വിഷമമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മളെ പാവം കൂടെ പുറത്തു കഴിഞ്ഞു, നമ്മളെ പാവം കൂടെ തീർന്നു കഴിഞ്ഞു. പിന്നെ ഇത് കൂടാതെ കണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന ഭാഗങ്ങളിൽ എത്രയോ തെറ്റുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ആ സംഭവിക്കുന്ന തെറ്റുകൾ മൊത്തം നമുക്ക് നാളറിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹാകോടതിയിൽ ഇതിനെ എല്ലാത്തിനെയും കൊണ്ടുവച്ച് വായിക്കുന്ന സമയത്ത് ആ തെറ്റുകളും അവിടെ വായിക്കുന്നു. നമ്മൾ അവിടെ വാച്ചാലിച്ചവിടെ നിൽക്കേണ്ടതായ ഒരവസ്ഥ വരും. അതുകൊണ്ട് ആ തെറ്റിനെ ഒന്ന് പൊറിപ്പിക്കണ്ടേ? അത് ദുനിയാവിൽ വെച്ച് തന്നെ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് പൊറിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് രക്ഷപ്പെടുകയാണ്. അതിനൊരു സ്വല്പ ഖുർആനുണ്ട്, ഒരു 1.5 വരി ഖുർആൻ, കൂടുതലൊന്നുമില്ല. ആ ഖുർആൻ എന്ന് പറയുന്ന ഇത് നമ്മളങ്ങ് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന് പരിഹാരമാണ്. ഇത് നമുക്ക് പുറത്ത് തരികയും ചെയ്യും. ഞാനിവിടെ അത് ചെല്ലാൻ പോവുകയാണ്, ആ ഖുർആൻ നമ്മൾ ചെല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഖുർആൻ തുടരെ ഒന്ന് ചെല്ലണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം അത് ചെല്ലുമ്പോൾ കുറഞ്ഞത് അതും ഒരു 101 പ്രാവശ്യം നിങ്ങൾ ഒരടിക്കിരുന്നത് ചെല്ലേണ്ടി വരും. അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ അന്ന് വരെ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് തരുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അതിൽ ഇനി തെറ്റുകുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് പുറത്തു തരട്ടെ. കാര്യം അത്രത്തോളം പരിശുദ്ധമായ ഖുർആനാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് സ്നേഹം കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സഹായിക്കും. ആ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഇതിവിടെ പറയാൻ പോവുകയാണ്. അതായത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നുള്ളതാണ് ഇവിടെ ചെല്ലേണ്ടത്. ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് രക്ഷപ്പെടുകയാണ്. ഒന്നും കൂടി ഞാൻ ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈക. ഈ ദിക്ർ, ഈ ഖുർആൻ നമ്മളങ്ങ് എടുത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്നതാണ്. വെക്കാവുന്ന ഭാഷയിൽ കൂടി നമ്മൾ ചെല്ലണം. ഞാൻ ഒന്നും കൂടി അങ്ങ് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹി അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക. ഇത് നമ്മളങ്ങ് ചെല്ലണം. തൽക്കാലം ഇപ്പോൾ ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.